ഇത് ഇന്നത്തെ വീഡിയോ ആണേ. നാനൂട്ടി ശനിയാഴ്ച രാത്രി കിടക്കണേന് മുന്നേ പറഞ്ഞു കേട്ടോ, അയ്യോ നാളെ രാവിലെ എണീക്കണമല്ലോ എന്ന്. പിന്നെ പറഞ്ഞ് കുഴപ്പമില്ല, ഒരു 1.5 ആഴ്ചയോടെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ദിവസമൊക്കെ കിടന്ന് ഉറങ്ങാലോ എന്നൊക്കെ പറഞ്ഞയാൾ അങ്ങനെ ഇത് നേരെ വെളുത്തു കേട്ടോ. ചേട്ടായിക്ക് ഇപ്പോൾ പുട്ട് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ചേട്ടായി ഇങ്ങോട്ട് വന്നിട്ട് പുട്ട് മതി എന്ന് പറഞ്ഞൊന്നല്ല കേട്ടോ. ഞാൻ ചെന്നിട്ട് ഗീ റോസ്റ്റ് വേണോ പുട്ട് വേണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു പുട്ട് മതിയെന്ന്. അങ്ങനത്തെ ചെമ്പാ പുട്ടായിട്ട് ഉണ്ടാക്കിയത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുപ്പിയിലൊക്കെ വെള്ളം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ മുകളിലേക്ക് വന്നു കേട്ടോ തുണി കഴുകാൻ വേണ്ടിയിട്ട്. തുണി കഴിഞ്ഞിട്ട് വിരിക്കാൻ ടൈം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവിടെ തന്നെ വെച്ചിട്ട് പോന്നിട്ട് പിന്നെ താഴെ വന്ന് ആൻറ്റിനെ എഴുന്നേപ്പിച്ച് കുളിപ്പിച്ച് റെഡിയായിട്ട് ഞങ്ങൾ നേരെ പള്ളിയിലേക്ക് പോന്നേ. പള്ളി കഴിഞ്ഞ് നാനൂട്ടിനെ സൺഡേ ക്ലാസ്സിലാക്കിയിട്ട് ഞാൻ നേരെ ഷോപ്പിലേക്കാട്ടോ വന്നത്. വൈകുന്നേരത്തേക്ക് ഒരു കേക്ക് കൊടുക്കാണ്ടായിരുന്നു, കുറച്ചുകൂടി പണി ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം തീർത്ത് അതിൻ്റെ ഫോട്ടോയും എല്ലാം എടുത്തിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് തന്നെ പോന്നേ. വീട്ടിൽ വന്നപ്പോൾ 12 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നാനൂട്ടികളെല്ലാം റെഡിയാക്കി വെച്ചിട്ട് തുണി ഇരിക്കാൻ വേണ്ടി മുകളിലേക്ക് പോയിട്ടോ. രാവിലെ കഴുകി വെച്ച തുണി ഉണ്ടായിരുന്നു. പിന്നെ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയത് മെഷീനിലിട്ടുണ്ടായിരുന്നേ. പിന്നെ കിടന്ന തുണിയൊക്കെ വേഗം എടുത്തു. നാനൂട്ടിക്ക് വെള്ളിയാഴ്ച വരെയായിട്ട് റെഗുലർ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ എക്സാം ആയതുകൊണ്ട് ഉച്ച വരെ ക്ലാസ്സുള്ളൂ. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച നാനൂട്ടി പോയപ്പോൾ തന്നെ തുടച്ചൊക്കെ ഇട്ടു കേട്ടോ. തുണിയൊക്കെ വിരിച്ച് കഴിയുമ്പോൾ തന്നെ സമയമായിരുന്നു. പിന്നെ വേഗം നാനൂട്ടിനെ വിളിക്കാൻ വേണ്ടി പോയി. വീട്ടിൽ വന്നപ്പോഴത്തേക്കും കുളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തന്നെ കുളിക്കട്ടെ എന്ന് ചോദിച്ചു. എന്നാൽ പിന്നെ കുളിക്കുന്നു പറഞ്ഞേ. ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ തന്നെ കുളിക്കാമെന്നൊക്കെ പറഞ്ഞ് കുളിക്കുന്നുണ്ട് ആൾ. അങ്ങനെ ഉച്ചയ്ക്ക് ചോറ് കൊടുത്ത് കഴിയുമ്പോൾ കുറച്ച് ഇരുന്ന് പഠിക്കാൻ ആട്ടിയെന്ന് പറഞ്ഞാൽ പഠിക്കാനിരുത്തിയിട്ടോ. കുറച്ച് നേരം ഇരുന്നുള്ളൂ. അപ്പോൾ തന്നെ ഉറക്കം വരാമെന്നൊക്കെ പറയാൻ തുടങ്ങി. ചേട്ടായിക്ക് ഈവനിങ് ഷിഫ്റ്റ് ആയിരുന്നു. ചേട്ടായും പോയി. അത് കഴിഞ്ഞ് സുഖമായിട്ട് കിടന്നങ്ങ് ആൾ ഉറങ്ങി കേട്ടോ. സാധാരണ ദിവസങ്ങളിൽ കിടക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ കിടക്കില്ല. ഇന്നിപ്പോൾ എന്തായാലും ഞാൻ പഠിപ്പിക്കുമെന്നറിയാം. അതുകൊണ്ടാണ് വേഗം കിടന്നത്. അങ്ങനെ ഉറങ്ങി എഴുന്നേറ്റ് ഞാൻ വാട്ടർമെലൺ കൊടുത്തുട്ടോ കഴിക്കാനായിട്ട്. എനിക്കാണെങ്കിൽ ഒരു വട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ തുണി ഇങ്ങനെ കഴുകാൻ കിടക്കുന്നുണ്ട്, അപ്പം തന്നെ കഴുകണം. എന്തെങ്കിലും തിരക്കൊക്കെയാണെങ്കിൽ കഴുകില്ല. പക്ഷേ ഞാൻ ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിൽ എനിക്കത് കഴുകിയില്ലെങ്കിൽ ഒരു സുഖമില്ല കേട്ടോ. അങ്ങനെ നാട്ടിനെ അവിടെ എടുത്തിട്ട് ഞാൻ കഴുകാൻ വേണ്ടി വന്നതാണ്. അതിൻ്റെ പുറകെ തന്നെ നാട്ടിൽ എൻ്റെ കൂടെ കയറി വന്നു. എൻ്റെ തുണിയൊക്കെ ഇരിക്കാൻ കൂടിയിട്ട് എൻ്റെ കൂടെ. അതൊക്കെ നേരെ ഞങ്ങൾ താഴേക്ക് വന്നേ. വൈകുന്നേരമായപ്പോൾ അപ്പച്ചൻ റംബൂട്ടാനൊക്കെ നനച്ചുകൊണ്ട് നടക്കണ്ടേ. അമ്മച്ചി എന്തൊക്കെയോ ഫോണിൽ ഡൗട്ടൊക്കെ ചോദിച്ചിട്ട് നാനോട്ടി കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഷോപ്പിലേക്ക് പോകാനായിരുന്നു കേട്ടോ കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ നാട്ടിലോട്ട് ഷോപ്പിലേക്ക് വന്നേ. താഴെ വന്നപ്പോൾ തന്നെ ഹെൽമെറ്റ് കൊണ്ട് പൊക്കും, ഞാൻ ഡാൻസ് ക്ലാസ്സിൽ കയറുമെന്ന് പറഞ്ഞു കേട്ടോ. ഞാനില്ല, ഹെൽമെറ്റ് കൊണ്ട് വെച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ആൾ എൻ്റെ തന്നിട്ടാട്ടോ പിന്നെ പോയത്. പിന്നെ കേക്ക് കൊണ്ട് സൈമൻ ചേട്ടൻ പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞങ്ങളും പോന്നേ. പിന്നെ മോനുപുള്ളിക്കുറിച്ചിൽ കയറി ഒന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടോ. അങ്ങനെ പ്രാർത്ഥനയൊക്കെ ഞങ്ങൾ വീട്ടിൽ വന്നു. പിന്നെയും കുറച്ച് നേരം പഠിക്കാമെന്നൊക്കെ പറഞ്ഞ് ബുക്ക് എടുത്തു കേട്ടോ. ഞാൻ കുറച്ച് നേരം പഠിച്ചൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഞങ്ങളിത് കിടക്കാൻ പോവുകയാണേ. അപ്പോൾ അത്രയുള്ളൂ ഞങ്ങൾ ഞായറാഴ്ച വിശേഷങ്ങൾ. ടാറ്റാ.